അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ സമാദരണീയരായ ടി കെ അഷ്റഫ് സാഹിബ്, നാസർ ബാലുശ്ശേരി, മറ്റ് ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഈ വലിയ കുടുംബ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒത്തുചേർന്നിരിക്കുന്ന രക്ഷിതാക്കളെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഏറെ സന്തോഷത്തോടു കൂടെയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു മഹല്ലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരുടെ മറ്റ് തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ഒരു ദിവസം പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവർ നൽകുന്നു എന്ന ഒരു സന്തോഷമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ കാരണവന്മാരും ഇന്നത്തെ വിദ്യാർത്ഥികളും നാളെയുടെ നേതൃത്വവുമായി വരേണ്ടവരുമെല്ലാം ഒരുമിച്ചു ചേർന്ന് ഒരു മഹല്ലിൻ്റെ നന്മകളെക്കുറിച്ച് സംസാരിക്കുന്ന, നാളേക്കുള്ള പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്ന, ആസൂത്രണങ്ങൾ നടക്കുന്ന ഒരു മഹത്തായ സമ്മേളനമാണ് ഇത് എന്നുള്ളതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ പഠന സെഷനുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമതായി, ഇത് അള്ളാഹു നൽകിയ ഒരു അവസരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലാണ് ഇവിടെ നിന്ന് യാത്രയാവേണ്ടി വരിക എന്നറിയാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമോ എന്ന് നമ്മോട് ചോദിച്ചാൽ ഉറപ്പു പറയാൻ കഴിയാത്തവരാണ് നമ്മൾ. മരണമെന്ന അതിഥി ഏത് സന്ദർഭത്തിലും നമ്മോട് വന്ന് നമ്മുടെ അനുവാദം ചോദിക്കാതെ നമ്മുടെ ആത്മാവിനെ ഏറ്റുവാങ്ങിപ്പോകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്നലകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാണോ? ഇന്നത്തെ എൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ എനിക്ക് ഇനി കണ്ടുമുട്ടാനുള്ള യാത്രകൾ, വഴികൾ, മലക്കുകൾ, ഇടങ്ങൾ, അതൊക്കെ എനിക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതാണോ എന്ന ഒരു ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് മാറ്റങ്ങൾ വരുത്താനുണ്ടായിരുന്നു എന്ന് മനുഷ്യർ പറയുമെന്നാണ്. എനിക്ക് ചില തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിൽ വേണ്ടിയിരുന്നു എന്ന് മനുഷ്യർ പറയുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ ചില തിരുത്തലുകളെക്കുറിച്ച് ആലോചിക്കുവാനും കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവിടങ്ങളിലെല്ലാം പുതിയ നന്മകൾ തുന്നിച്ചേർക്കുന്നതിനു വേണ്ടിയുള്ള ഒരവസരമാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന മഹാനായ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കുന്നു. മക്കയുടെ അധികാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ വരുന്നു. ഒരു കാലത്ത് യഥാർത്ഥമായ ഈ ആദർശം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പിറന്നു വീണ, കളിച്ചു വളർന്ന നാടുപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന പ്രവാചകനും അനുയായികളും മക്കയിലേക്ക് തിരിച്ചു വന്ന് വിജയശ്രീലാളിതരായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ സർവരും കീഴടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. ഇസ്ലാമിനകത്ത് പ്രവേശിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അല്ലാത്തവർക്ക് പ്രവാചകൻ മാപ്പ് നൽകുന്നു. അബൂ സുഫിയാൻ എന്ന് പറയുന്ന അന്നത്തെ മക്ക മുശ്രിക്കുകളുടെ നേതാവിൻ്റെ വീട്ടിൽ നിങ്ങൾ കയറിക്കോളൂ, നിങ്ങൾക്ക് അവിടെ സുരക്ഷിതത്വമുണ്ട് എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. കഅബാലയത്തിനകത്ത് നിങ്ങൾ പ്രവേശിക്കൂ, നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. ആരും നിങ്ങളെ അപായപ്പെടുത്തുകയില്ല എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. സ്വന്തം വീടുകളിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ആ സമാധാനത്തിൻ്റെ വഴികളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പ്രവാചകനു കീഴിൽ ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു നടന്ന ഇക്രിമ, പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന പേരിലാണ്. മുഹമ്മദിൻ്റെ കീഴിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കപ്പലിൽ യാത്ര പുറപ്പെടുകയാണ്. യാത്രാമധ്യേ കാറ്റും കോളുമുണ്ടായി. കപ്പൽ മറിയുമെന്ന ഒരവസ്ഥ വന്ന സന്ദർഭത്തിൽ കപ്പിത്താൻ വന്നു പറയുന്ന വാചകമുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനെന്നാണ്. ആ ഒരു നിമിഷത്തെയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്. എൻ്റെ പ്രവാചകൻ നേരത്തെ നമ്മുടെ നാട്ടിൽ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ? ഏതു ഘട്ടത്തിലും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെന്ന്, അർത്ഥനകളെന്ന്, സഹായം തേട്ടങ്ങളെന്ന്
അതുതന്നെയല്ലേ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഈ കടലിൽ എന്നെ സംരക്ഷിക്കാനും എനിക്ക് സുരക്ഷിതത്വം നൽകാനും സർവാധിനാഥനായ പടച്ചതമ്പുരാന് മാത്രമേ കഴിയൂ എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതെങ്കിൽ, ആ പ്രവാചകൻ പറഞ്ഞ അതേ അല്ലാഹു മതി പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലും എനിക്ക് പ്രാർത്ഥനകൾ നിർവഹിക്കാൻ, എൻ്റെ സങ്കടങ്ങൾ പറയാൻ, എൻ്റെ ദുരിതങ്ങൾ പറഞ്ഞ് അതിന് തീർപ്പ് കൽപ്പിക്കാൻ എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. അല്ലാഹുവേ, ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ബൈഅത്ത് ചെയ്യുമെന്നാണ്. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുന്നു, പ്രവാചക സന്നിധിയിലെത്തുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാമിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ഒരു പക്ഷേ ആ ഒരു അവസരം ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തീർന്നു പോകുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ പാന്താവിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നിമിത്തം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ യാത്രകളിലാണ്, തിരക്കുകളിലാണ്, കുടുംബത്തിൻ്റെ, പഠനത്തിൻ്റെ, ജോലിയുടെ, ബിസിനസിൻ്റെ, അങ്ങനെ അനേകം തിരക്കുകൾക്കിടയിൽ ഓടി ഓടി പോകുന്നതിനിടയിൽ ജീവിതത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് എവിടെയോ ഒന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കാൻ ഒരു നിമിത്തമായിരിക്കണം ഇന്നത്തെ ഈ ഒരു സമ്മേളനമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണവും ജീവിതവും നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ തന്നിട്ടുള്ളത് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ്. അള്ളാഹു പ്രവർത്തിക്കുവാൻ പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ച പ്രവർത്തനങ്ങളിൽ ഞാൻ എവിടെയാണ്? എൻ്റെ നമസ്കാരത്തിൻ്റെ സാഹചര്യങ്ങൾ എന്താണ്? എൻ്റെ ജീവിതത്തിലെ സത്യസന്ധതയുടെ അവസ്ഥ എന്താണ്? എൻ്റെ ജീവിതത്തിലെ ധാർമ്മിക ബോധത്തിൻ്റെ അവസ്ഥ എന്താണ്? മനുഷ്യരോടുള്ള, കുടുംബത്തിലുള്ളവരോടുള്ള, മാതാപിതാക്കളോടുള്ള എൻ്റെ പെരുമാറ്റത്തിൻ്റെ അവസ്ഥകൾ എന്താണ്? അങ്ങനെ ഓരോന്നും അള്ളാഹുവും റസൂലും പറഞ്ഞ വഴിയിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനാണ് ജീവിതത്തെയും മരണത്തെയും നിങ്ങൾക്ക് തന്നത് എന്നാണ്. അതുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിയ്യത്തുകൾ പുതുക്കുക. അല്ലാഹുവേ, ഇന്നത്തെ ദിനം ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്റെ സമയം എന്തിനു വേണ്ടി നീ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന്, നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യത്തിന്, നിന്റെ സ്വത്തെന്തിനു വേണ്ടി നീ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന്, അല്ലാഹുവേ, ഇന്നത്തെ ഒരു സുദിനത്തിൽ എൻ്റെ സമയം നിനക്കാണ്. ഇന്നത്തെ ഒരു സുദിനത്തിലെ എൻ്റെ സമ്പത്ത് നിനക്കാണ്. ഇന്നത്തെ ഈ ഒരു ദിനത്തിലെ എൻ്റെ ആരോഗ്യം നിനക്കാണ്. ഞാൻ സമർപ്പിച്ചതെന്ന് റബ്ബിന്റെ മുമ്പിൽ സമാധാനത്തോടെ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു നന്മയിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് നിയ്യത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നത് ഉറപ്പുവരുത്തുക. ആത്മാർത്ഥതയോടുകൂടെ തന്നെ പൂർണ്ണമായി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാവുക, നന്മകൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്? പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ദീനീ സദസ്സിലിരിക്കുന്നവർക്കു തന്നെയാണ്. ദീനീ സദസ്സിലിരിക്കുമ്പോൾ അതിൻ്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹു നൽകുന്ന അനുഗ്രഹം കൊണ്ട് നമ്മുടെ പാപങ്ങളെ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ഈ ലോകത്തുള്ള സർവ്വജീവിജാലങ്ങളും അറിവന്വേഷിച്ച് നടക്കുന്ന മനുഷ്യർക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ കാണുന്നതും കാണാത്തതുമായ സർവ്വജീവജാലങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സമ്മേളനം നമുക്ക് സമ്മാനിക്കേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി നന്മകൾ ആഗ്രഹിക്കുന്ന, നമുക്ക് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ തിന്മകളെ തിരുത്തി തരാൻ കഴിവുള്ള നല്ല ഒരു സുഹൃത്ത് ബന്ധങ്ങൾ, ഒരു കൂട്ടുകെട്ട്, ഒരു നന്മയുടെ സ്നേഹം അത് പൂക്കുന്ന ഒരു ഇടമായി ഇവിടെ നിങ്ങൾ മാറ്റിയെടുക്കണമെന്നാണ്. ഈ സംഗമം അവസാനിച്ച് നിങ്ങൾ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കളെ, ചില പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളായി, ഉറ്റ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് നേടിയെടുക്കണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അത് പരലോകത്തിന് വേണ്ടിയിട്ടുള്ള നന്മയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, സമയം എത്ര പെട്ടെന്നാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ സംസാരങ്ങൾ ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബും ഹാരിസ് കായക്കൊടിയും മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നടത്താനിരിക്കുന്ന ഓരോ സംസാരങ്ങളും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ള ജ്ഞാനങ്ങളാണ്, അറിവുകളാണ്, അത് നിലപാടുകളാണ്. നിങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള ആത്മാഭിമാനത്തോടുകൂടെ നിലനിൽക്കുവാനുള്ള കരുത്താണ്
ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഓരോ സംസാരങ്ങളും. അതുകൊണ്ട് ഹൃദയം തുറന്നു വെച്ച് മനസ്സ് തെറ്റിപ്പോകാതെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടെ ഇരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണുകൾ നമുക്കൊരു പ്രയാസം സൃഷ്ടിക്കാതിരിക്കട്ടെ. അത് സൈലൻ്റ് ആക്കാൻ പറ്റുന്നതാണ്. അതൊന്ന് സൈലൻ്റ് ആക്കി വെച്ചാൽ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല, നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അത്യാവശ്യമെന്ന് തോന്നുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ഒരു പഠന ക്യാമ്പിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതൊന്ന് സൈലൻ്റ് ആക്കി വെക്കാനും, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വിളിക്കുന്നവർക്കൊന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഒരു ഫോട്ടോയോ മറ്റോ എടുത്ത് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് നിങ്ങളെല്ലാവരും ആക്കുകയും ചെയ്താൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് എത്തുകയും ചെയ്യാം. ആരെങ്കിലുമൊക്കെ നമ്മെ വേറെ എന്തെങ്കിലും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ഇന്ന് ആ മഹല്ല് സമ്മേളനത്തിലാണ്, ഇപ്പോൾ മൂപ്പരെ വിളിച്ച് ഇടങ്ങേറാക്കേണ്ടതില്ല എന്നുള്ളൊരു സമാധാനം മൂപ്പർക്കും കിട്ടും. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ മൊബൈൽ ഫോണുകളെ ഒന്ന് സ്വയം നിയന്ത്രിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖബർസ്ഥാനുകൾ സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഈ പൊങ്ങച്ചങ്ങളും ഈ വർത്തമാനങ്ങളും ഈ ദുരഭിമാനവും ഈ കരുത്തും ശക്തിയും വർത്തമാനങ്ങളും ഒക്കെ ഇല്ലേ, ഞാൻ അതാണ്, ഞാൻ അങ്ങനെയാണ്, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ അതൊക്കെ അക്കാണുന്ന ഖബർസ്ഥാൻ വരെയുള്ളൂ എന്നുള്ളത് നമ്മോട് പടച്ചു തമ്പുരാൻ പറഞ്ഞിട്ടുള്ള വർത്തമാനമാണ്. അതുകൊണ്ട് അതിന് മുന്നോടിയായി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. പൂർണ്ണമായി ഈ നന്മകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിനത്തെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.